മുഅ്മിനായ മനുഷ്യനും ഉണ്ടാവേണ്ട ഒന്നാമത്തെ പേടി മിൻ ഖിബലില്ലാഹി തആല അയ്യഖുദ മിൻഹുൽ ഈമാൻ. എനിക്ക് അല്ലാഹു തന്ന ഈമാൻ അല്ലാഹ് ഊരിക്കളയുമോ എന്ന പേടി ഉണ്ടാവണം. നമുക്ക് ആ പേടി ഉണ്ടാവാറുണ്ടോ? എത്ര വലിയ ഇബാദത്തെടുക്കുന്ന ആളാണെങ്കിലും ധാരാളം ഖൈറാത്ത് ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിലും പലരും അടിപതറിപ്പോയ, മരിക്കണ സമയത്ത് ഈമാൻ നഷ്ടപ്പെട്ടു പോയ ചരിത്രങ്ങൾ നമ്മൾ പലരുടേതും കേട്ടു. ഹജ്ജ് ക്ലാസ് എടുത്ത പണ്ഡിതൻ ഈമാനില്ലാതെ മരിച്ചുപോയ കഥയുണ്ട് കിതാബുകളിൽ. പള്ളിയിൽ ദീർഘകാലം ബാങ്ക് കൊടുത്ത മനുഷ്യൻ്റെ ചരിത്രത്തിലും ഉണ്ട് ഇതേ സംഭവം. അപ്പോൾ നമുക്കും പേടിയുണ്ടാവേണ്ട ഒരു കാര്യമാണ്, എൻ്റെ ഈമാൻ അല്ലാഹ് ഊരിക്കളയോ റബ്ബേ. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പലർക്കും ഈമാൻ നഷ്ടപ്പെടുന്നത് മരിക്കണ നേരത്താണ്. പലരുടെയും ഈമാൻ നഷ്ടപ്പെടാനുള്ള കാരണം അവർക്ക് എൻ്റെ ഈമാൻ നഷ്ടപ്പെടുമോ എന്ന് പേടിയില്ലാത്തതിൻ്റെ കാരണത്താലാണ്. മാ അമിന അഹദുൻ അലാ ദീനിഹി ഇല്ലാ സുലിബ. ഒരാൾക്ക് തോന്നുകയാണ് എൻ്റെ ഈമാനൊന്നും നഷ്ടപ്പെടില്ല, ഞാൻ അത്രമേൽ ഉറച്ച ഈമാനിൻ്റെ ആളാണ് എന്ന്. സ്വന്തത്തെക്കുറിച്ചൊന്നും തോന്നരുത്, നമുക്ക് പേടിയുണ്ടാവും. അപ്പോഴേ തഖ്വ വർദ്ധിക്കുള്ളൂ. തമാശകളുടെ, ട്രോളുകളുടെ, ചിരിപ്പിക്കലുകളുടെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലായിടത്തും തമാശകൾ. രണ്ടാൾ കൂടിയാൽ തമാശ. ആഖിറം മറന്നു പോകുന്ന ഒന്നും നമ്മളിൽ നിന്നും ഉണ്ടാവരുത്. ജീവിതത്തിൽ രസങ്ങളുണ്ടാവാം, തമാശകളുണ്ടാവാം, ഇതൊക്കെ പറ്റും. പക്ഷേ എല്ലാ ഘട്ടത്തിലും ചിരിച്ച് കളിച്ച് നടക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ഉള്ളിൻ്റെ ഉള്ളിൽ ഒറ്റക്കിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ദുആഇന് ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ചും നമ്മൾ അള്ളാഹിനോട് പറയേണ്ടത്, അല്ലാഹുവേ എൻ്റെ ഈമാൻ നീ സലാമത്താക്കണേ എന്നതായിരിക്കും. ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യമാണ് നമ്മൾ അള്ളാഹിനോട് കൂടുതൽ ദ്വാരക്കുക. ക്യാൻസറിൻ്റെ ശാഖയുണ്ടെന്ന് ഒരാൾ അറിഞ്ഞാൽ അയാൾ ആരോടും ദ്വാരക്കാൻ പറയുമ്പോൾ അത് പറയും. എപ്പോഴെല്ലാം ദുആഇന് ഉത്തരവുണ്ടെന്ന് പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങൾ, സമയങ്ങൾ അയാൾ കാണുന്നുണ്ടോ, അയാൾ അനുഭവിക്കുന്നുണ്ടോ, അപ്പോഴൊക്കെ അയാൾക്ക് ആ രോഗം ഒന്ന് മാറിക്കിട്ടണമെന്നാണ് വിചാരിക്കുക. നമ്മളുടെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ അസ്വസ്ഥത ഉണ്ടാവേണ്ടത്, അല്ലാഹ് എൻ്റെ ഈമാൻ എങ്ങാനും നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ നമ്മുടെ നിസ്കാരം എന്തിന്, പിന്നെ നമ്മുടെ നോമ്പെന്തിന്? ഈമാനില്ലാത്തവരുടെ ഇബാദത്തുകൾ അല്ലാഹു സ്വീകരിക്കൂലല്ലോ, ഇല്ല. ആകയാൽ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് ഈമാൻ വർദ്ധിക്കാൻ ഈ പേടി അനിവാര്യമായിട്ടുണ്ടാവണം.